ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സ്കൂളൊക്കെ തുറക്കാറായി, എല്ലാവരും ബിസി ആയിരിക്കും അല്ലേ? അപ്പോൾ ഞാനും കുറച്ച് ബിസിയാണ്. അപ്പോൾ ബുക്സൊക്കെ കവർ ചെയ്യലും പിന്നെ അതുപോലെ തന്നെ റൂമും വീടൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്യലും കിച്ചൺ ഓർഗനൈസ് ചെയ്യലും പിന്നെ കുറച്ച് പർച്ചേസിങ്ങും എല്ലാം ആയിട്ട് കുറച്ച് ബിസിയാണ് ഞാനും. ഇന്ന് നമ്മൾ ഒരു ബാക്ക് ടു സ്കൂൾ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. ഇതുവരെ ഉള്ള വീഡിയോസിന് തന്ന എല്ലാ സപ്പോർട്ടും താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാൻ ഇത്തവണ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവറാണ് കേട്ടോ വാങ്ങിയത്. ഇതാവുമ്പോൾ വെള്ളം നനഞ്ഞാലൊന്നും ചീത്തയാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനത്തെ വാങ്ങിയത്. പിന്നെ കുട്ടികളെ പെട്ടെന്ന് കീറിക്കളയില്ല. കഴിഞ്ഞ തവണ എന്താ പറയുക, പേപ്പറിൻ്റെ വാങ്ങിച്ചുകൊണ്ട് അതൊക്കെ ഒരു 6 months കഴിഞ്ഞപ്പോൾ തന്നെ ഇവർ പതുക്കെ കീറിയെടുക്കാൻ തുടങ്ങി. അത് കുട്ടികൾ പൊതുവേ അങ്ങനെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ഇത്തവണ ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ നിങ്ങളും ഇതുപോലത്തെ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നല്ലതാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് കവർ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ സ്കൂൾ തുറക്കണതിന് നാളെയാണ് സ്കൂൾ തുറക്കുന്നത്. ഇത് ഞാൻ 2 ദിവസം മുമ്പേ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഒരു സ്കൂൾ തുറക്കുന്നതിന് ഒരു 2 days ബിഫോർ തന്നെ പ്രിപ്പറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു റഷ് ഇല്ലാതെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് മെയിൻ കുട്ടികളുടെ നോട്ട് ബുക്സ്, വാട്ടർ ബോട്ടിൽ, ലഞ്ച് ബോക്സ്, സ്നാക്സ് ബോക്സ് ഇതെല്ലാം നമ്മളൊന്ന് സെറ്റ് ചെയ്ത് വെക്കുക. പിന്നെ കുട്ടികൾക്ക് ലഞ്ചിനും സ്നാക്സിനൊക്കെ എന്തൊക്കെ പ്ലാൻ ആണ് ചെയ്യേണ്ടതെന്നുള്ളത് പ്ലാൻ ചെയ്ത് വെക്കുക. അപ്പോൾ അതുപോലെ കിച്ചണും അതുപോലെ പെട്ടെന്ന് എല്ലാ സാധനങ്ങളും നമുക്ക് കിട്ടുന്ന പോലെ ഓർഗനൈസ് ചെയ്ത് വെക്കുക. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പകുതി തിരക്ക് കുറയും. അതുപോലെ തന്നെ സമയത്തിന് എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാനും പറ്റും കേട്ടോ. അപ്പം ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു 1 week ബിഫോർ തന്നെ ഞാൻ റൂമൊക്കെ ഓർഗനൈസ് ചെയ്തു, ബുക്സൊക്കെ ഓർഗനൈസ് ചെയ്ത്, അതുപോലെ തന്നെ ബോട്ടിൽസ്, വാട്ടർ ബോട്ടിൽസ്, ലഞ്ച് ബോക്സ് ഇതൊക്കെ സ്റ്റെറിലൈസ് ചെയ്ത് നമ്മൾ നീറ്റാക്കി നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് പോകുന്ന ദിവസം നമ്മൾ ഇതിനെക്കുറിച്ച് വലിയ ബോധേഡാവേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം നെയിം സ്ലിപ്പ് ആൾക്ക് ഇഷ്ടമുള്ളത് വേണമെന്ന് പറഞ്ഞിട്ട് കുറച്ച് ബാബി ഡോളിൻ്റെയും പിന്നെ ചോട്ടാ ഭീമയും കാർട്ടൂൺ ക്യാരക്ടേഴ്സൊക്കെ ആണല്ലോ കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടം. പിന്നെ ഫ്ലവേഴ്സ് ഇതൊക്കെയാണ് ഇഷ്ടം. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ ഇത്തവണ വാങ്ങിയത്. അപ്പോൾ ഞാനെല്ലാം ബുക്സെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളതൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ പെട്ടെന്ന് തീർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് നമ്മളിങ്ങനെ തീർത്ത് വരുമ്പോൾ നമുക്ക് അധികം എന്താ പറയുക, ഒരു തിരക്കില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഫ്ലിപ്കാർട്ടിൽ നിന്നും ആമസോണിൽ നിന്നൊക്കെ കരിയൊക്കെ എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്നുള്ളത് കൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. ഇത് ഞാൻ മീഷോ എന്നാണ് വാങ്ങിയത്. 261 291 സംതിങ് ആയിരുന്നു 2. ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ വാട്ടർ ബോട്ടിൽസാണ്. പിന്നെ കരിയൊക്കെ ഇപ്പോൾ സിപ്പർ ബോട്ടിൽസിൻ്റെ ആവശ്യമൊന്നുമില്ല. അവൾ LKG മുതലേ തന്നെ നോർമൽ ഇതുപോലെയുള്ള ബോട്ടിൽസിലാണ് കുടിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അതിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല കേട്ടോ. പിന്നെ സിപ്പർ ബോട്ടിൽസൊക്കെ പ്ലാസ്റ്റിക്കും റബ്ബറും ഒക്കെ അല്ലേ, അപ്പോൾ അത് ഒഴിവാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വാട്ടർ ബോട്ടിൽസ് ഇടയ്ക്കിടയ്ക്ക് സ്റ്റെറിലൈസ് ചെയ്യേണ്ടി വരുന്നതുകൊണ്ട് ഞാനിങ്ങനെ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ കുറച്ച് വലുത് മേടിച്ചു എന്നേ ഉള്ളൂ, കാരണം വെള്ളം കുറച്ച് കുടിക്കൽ കുറവാണ്. അപ്പോൾ ഞാൻ 1 ലിറ്ററിൻ്റെ ബോട്ടിൽ ഇനി തൊട്ട് 4 o'clock വരെ ക്ലാസ് ഉണ്ടാവും. പിന്നെ ഞാനൊരു സ്നാക്സ് ബോക്സ് അതിവിടെ തൊട്ടടുത്ത ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത്. ഇതും അവിടെ തന്നെയാണ്. ഇതൊരു 120 rupees എന്താണ് ഇങ്ങനത്തെ പൗച്ച് തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് പെൻസിൽ ബോക്സ്. അപ്പോൾ അങ്ങനത്തെ വാങ്ങിയതാട്ടോ, പിങ്ക് കളർ വേണമെന്ന് വെച്ചിട്ട്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. അപ്പോൾ ഇങ്ങനെ കമ്പാർട്ട്മെൻറ്റ്സ് ഉള്ളതാവുമ്പോൾ നമുക്ക് കുറച്ചധികം ഫുഡ് നമുക്ക് വെച്ച് കൊടുക്കാം, ഒന്നിൽ കൂടുതൽ ഫുഡ് വെച്ച് കൊടുക്കാം. മുമ്പത്തെ ചെറിയതായിരുന്നു, പിന്നെ ഭക്ഷണം അധികം കഴിക്കാറില്ല. ഇപ്പോൾ കുറച്ച് വലുതായില്ലേ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ എടുത്തത്. അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് ഫ്രൂട്ട്സൊക്കെ വെക്കാനായിട്ട് ഈ ബൗൾ യൂസ് ചെയ്യാം. പിന്നെ ഇങ്ങനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ഇത് മാത്രമായിട്ട് നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാം കേട്ടോ. കുട്ടികളുടെ ആകുമ്പോൾ ഇത് ഏകദേശം 770 rupees എന്തോ വരുന്നുണ്ട്. പിന്നെ അതിൽ ഫോർക്ക്, സ്പൂണ്, ചോപ്പ് സ്റ്റിക്സ് ഇതൊക്കെ സ്റ്റീലിൻ്റെ ആണ്, സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ കളർ എക്സ്പെക്റ്റ് ചെയ്തത് ഒരു ബ്ലൂ ആൻഡ് യെല്ലോ ഉണ്ടല്ലോ അതായിരുന്നു, പക്ഷെ വന്നത് ഇങ്ങനെ ആയിപ്പോയി. പിന്നെ ഞാൻ എക്സ്ചേഞ്ച് ചെയ്യാൻ റിട്ടേൺ ചെയ്യാനൊന്നും നിന്നില്ല, കാരണം ടൈം
അത്രയില്ല നമുക്ക്, അതുകൊണ്ടാണ്. പിന്നെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം ഈ ഹെയർ ആക്സസറീസാണ്. അപ്പോൾ ഈ ഹെയർ ആക്സസറീസ് എന്ന് പറയുന്നത് ഈ ക്ലിപ്സാണ്. ഇത് ഒരു ദിവസം വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് കൊണ്ടുവരുന്നത് വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറേ വാങ്ങിച്ചു ഇത്തവണ. ഇത് ഭയങ്കര അഫോർഡബിൾ ആയിരുന്നു കേട്ടോ. ഇത് ഏകദേശം 400 പീസസ് ഉണ്ട്, എന്ന് വെച്ചാൽ 200 പെയർ. അപ്പോൾ 200 പെയറിന് 200 റുപ്പീസ് അങ്ങനെ എന്തോ ആണ്, 216 റുപ്പീസ് എന്തോ ആയിരുന്നു. അപ്പോൾ കുറേ പാറ്റേൺസിൽ കുറേ സൈസസിലും ഇത് അവൈലബിൾ ആണ്. അപ്പോൾ കുട്ടികൾക്കാവുമ്പോൾ ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കുമല്ലോ. നിങ്ങൾ ഇങ്ങനത്തെ സാധനമൊക്കെ വാങ്ങിക്കുമ്പോൾ ഓൺലൈനിൽ മേടിക്കുന്നത് വളരെ യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. കാരണം ഞാനിവിടെ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് ഞാനൊരു 2 പീസസ് വാങ്ങിച്ചിരുന്നതിന് എനിക്ക് 70 റുപ്പീസ് എന്തായി ക്ലിപ്പ്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ സ്കൂളിലേക്ക് വേണ്ടി ഇത്തവണ പർച്ചേസ് ചെയ്ത സാധനങ്ങൾ. അപ്പോൾ ഞാനിതും കൂടെ ഒന്ന് വാഷ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ സ്ക്രബ്ബറിട്ട് വാഷ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഡിഷ് വാഷ് ലിക്വിഡ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുത്താൽ തന്നെ നല്ല ക്ലീനായിട്ട് വരും. അപ്പോൾ എപ്പോഴും നിങ്ങൾ കുട്ടികളുടെ സ്കൂളിലേക്ക് ആവശ്യമായിട്ടുള്ള ലഞ്ച് ബോക്സ്, സ്നാക്സ് ബോക്സ്, വാട്ടർ ബോട്ടിൽസിനൊക്കെ വെക്കാനായിട്ട് നോർമലി നിങ്ങൾ പാത്രം കഴുകിയിട്ട് വെക്കുന്ന ആ ബാസ്ക്കറ്റിൽ വെക്കാതിരിക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. ഞാനങ്ങനെ വെക്കാറില്ല. അപ്പോൾ ഞാനിങ്ങനെ ഒരു സെപ്പറേറ്റ് ബാസ്ക്കറ്റ് അതിന് വേണ്ടി മാത്രം, അപ്പോൾ അതിൽ മാത്രം തിരഞ്ഞാൽ മതിയല്ലോ എല്ലാ കാര്യങ്ങളും. ഇത് രാവിലെ മോർണിംഗ് പോകുമ്പോൾ നമ്മൾ വാഷ് ചെയ്ത് കുറേ പാത്രങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ കയറിയിട്ട് നമ്മൾ ഇതൊക്കെ തിരയേണ്ടി വരും. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനത്തെ ചൂസ് ചെയ്തിട്ട് ഒരു സെപ്പറേറ്റ് ബാസ്ക്കറ്റ് കറിക്ക് വേണ്ടി മാത്രം. പിന്നെ വീട്ടിൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വേറൊരു ബാസ്ക്കറ്റ് കൂടെ, ഡിഷസ് വാഷ് ചെയ്ത് വെക്കാനായിട്ടൊരു ബാസ്ക്കറ്റ് കൂടെ എടുത്തിട്ടുണ്ട്. വീട്ടിൽ സ്കൂളിലേക്ക് പോകുന്ന ചെറിയ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടൊരു 4 ടിപ്സ് ഞാൻ പറയാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അവരുടെ എല്ലാ ബുക്സ്, യൂണിഫോം, വാട്ടർ ബോട്ടിൽ, ലഞ്ച് ബോക്സ് ഇതെല്ലാം രാത്രി തന്നെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് എടുത്തു വെച്ചിട്ട് കിടക്കുക. ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ, അവർക്ക് എപ്പോഴും സ്നാക്സ് ബോക്സ് ചെറുത് മാത്രമേ കൊടുത്തു വിടാൻ പാടുള്ളൂ. കാരണം സ്നാക്സ് കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ ലഞ്ച് കഴിക്കാൻ അവർ ലേറ്റ് ആവും. പിന്നെ വാട്ടർ ബോട്ടിൽസ് എപ്പോഴും വലുത് വെക്കാൻ ട്രൈ ചെയ്യുക. പിന്നെ അവരോട് പറഞ്ഞു കൊടുക്കുക ഓരോ ബ്രേക്കിനും എത്ര വെള്ളം കുടിക്കണം എന്നുള്ളത്. അത് നമ്മൾ ഡെയിലി പറയുമ്പോൾ അവർക്കത് യൂസ്ഡ് ആയിക്കോളും. പിന്നെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ജോലികളും കുട്ടികൾ എണീക്കുന്നതിന് മുമ്പ് മാക്സിമം തീർക്കാൻ ശ്രമിച്ചാൽ അവർ എണീറ്റ് കഴിഞ്ഞാൽ അവരെ റെഡിയാക്കുന്ന ജോലി മാത്രമേ പിന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കും അവരുടെ അമ്മമാർക്കും വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ മാക്സിമം നിങ്ങൾ രാത്രി തന്നെ എല്ലാ കാര്യങ്ങളും ഒന്ന് ഓർഗനൈസ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഉറങ്ങാൻ നോക്കാം. പിന്നെ വേറൊരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത്, സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നതോടുകൂടിയിട്ട് ക്ലൈമറ്റും ചേഞ്ച് ആവും, റെയിനി സീസൺ സ്റ്റാർട്ട് ആവുകയാണ്. അപ്പോൾ മാക്സിമം കുട്ടികൾക്ക് ചൂടുള്ള ഭക്ഷണങ്ങൾ മാത്രം കൊടുക്കുക. നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് വീണ്ടും ചൂടാക്കിയുള്ള ഭക്ഷണങ്ങളൊന്നും കൊടുക്കാതിരിക്കുക. ഫുഡ് പോയ്സണിങ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മാക്സിമം ഒഴിവാക്കാൻ പറ്റുന്നത് ഒഴിവാക്കുക. വേറൊരു കാര്യമുള്ളത്, അവരുടെ ലഞ്ച് ബോക്സ്, വാട്ടർ ബോട്ടിൽ, സ്നാക്സ് ബോക്സൊക്കെ എല്ലാ ദിവസവും സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ സ്റ്റെറിലൈസ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ 2 ഡേയ്സ് കൂടുമ്പോഴെങ്കിലും അതൊന്ന് സ്റ്റെറിലൈസ് ചെയ്ത് കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ നല്ല ചൂടുള്ള വെള്ളം മാത്രം കൊടുത്തു വിടുക. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുട്ടികൾക്ക് കുടിക്കാൻ കൊടുത്തു വിടുക. ഈ ഫ്രൂട്ട്സ് അതുപോലെ തണുത്ത ഭക്ഷണങ്ങളൊക്കെ ഒന്ന് കുറച്ച് കുറയ്ക്കുന്നത് ബെറ്റർ ആയിരിക്കും. നല്ല ഹെൽത്തി ആയിട്ടുള്ള കുറച്ച് ഓപ്ഷൻസ് ട്രൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയും ലൈക്ക് ചെയ്യാതെയൊക്കെയാണ് കാണുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ്സ് പറയാനുണ്ടെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലൊക്കെ ക്ലിയർ ചെയ്യാനായിട്ട് നിങ്ങൾക്കൊന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. തുടർന്നുള്ള വീഡിയോസും കാണുക, സപ്പോർട്ട് ചെയ്യുക. ബൈ. താങ്ക് യു സോ മച്ച്.